ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ്. ഒരു സംഭവം എടുത്തു, ഒരു സൺഗ്ലാസും പിന്നെ നമ്മുടെ ട്രെയിനർ മിസ്റ്റർ വിശാഖിന്, പുള്ളിയെ മറക്കാൻ പറ്റുമല്ലോ. അപ്പം ആക്ച്വലി എനിക്ക് പ്രണവിനെയാണ് ഞാൻ ഇത്രയും ദിവസം കൊടുക്കാത്തത്. അപ്പം ഇതാണ് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആ പട്ടം ഷോറൂം. പ്രണവിനാണ് ഞാൻ കൊടുക്കാറിരുന്നത്. പക്ഷേ പ്രണവന്നില്ലായിരുന്നു ട്രെയിനർ കൊടുത്ത സമയം. പ്രണവ് നല്ലൊരു റിസപ്ഷനിസ്റ്റാണ്. അപ്പം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം ജിമ്മിൽ പോകുമ്പോൾ. പുള്ളിയുടെ സ്മൈല് തന്നെ നമുക്ക് ഭയങ്കര ഒരു വാം വെൽക്കമിങ് ആണ്. ഞാൻ പൊക്കി പറയുന്നില്ല, ജെന്യുവനായിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. അപ്പം ഒരെണ്ണം കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞ് എനിക്ക് കൊടുക്കണം. അതാണ് നിങ്ങളുടെ ഗോഡസ്. ഓക്കെ, അപ്പം പുള്ളിക്കൊരു സൺഗ്ലാസും എൻ്റെ ട്രെയിനർക്കൊരു ചെറിയ പെർഫ്യൂമും ഞാൻ എടുത്തു. ട്രെയിനർ ഞാൻ എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാ സെഷൻസിലും. ബട്ട് ഇരിക്കട്ടെ, ഒരു നമ്മൾ കൊച്ചാക്കേണ്ട ആരെയും. അത് നോർമൽ പോലെ അല്ലേ? 2000 കൊണ്ടെങ്കിൽ ഈ മോളോ 2003 ഇതിന്റെ ബ്ലൂ ആണ് നേരത്തെ നമ്മൾ കാണിച്ചത്. ഈ വൈറ്റ് സീരീസ് 2000 ഒരു ഓഫർ ആയിരുന്നു. ഇത് മോഡൽസിന് ഓഫർ ഉണ്ട്. ഇതിന് എത്രയെന്ന് പറഞ്ഞു? സിൽവർ ഇതെന്താണെങ്കിൽ 1690, 590, 1600 ഉണ്ടെങ്കിൽ ഈ 1600 വേറെ ടൈപ്പ് ഏതാ? ഇതല്ലാതെ അതല്ല, ഇതിൽ വേറെ ഏത് ഡിസൈനാണ്? ഇതിൽ ആ ഒറ്റ മോഡലേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 2000 ഉണ്ടെങ്കിൽ ഈ മോഡൽ കൊണ്ടു 2300. വാലറ്റ് പെർഫ്യൂമായിട്ട് നോക്കട്ടെ. ഇവിടെ ഞാൻ ഗൂഗിളിൽ കണ്ടിങ്ങനെ നല്ല വാലറ്റ് കളക്ഷൻ ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇതൊരു പ്ലെയിൻ കളക്ഷൻ അല്ലേ? പ്രിന്റഡ് ടൈപ്പ് വരില്ല, വാലറ്റ് എല്ലാം പ്ലെയിൻ ആയിരിക്കും വരുന്നത്. ഞാനിതിൽ വെറൈറ്റിയാണ് നോക്കുന്നത്. അങ്ങനെ കിട്ടത്തില്ലല്ലേ ജെൻസിൻ്റെ? ഇപ്പൊ ലേഡീസിനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ ആയിട്ട് വരുന്നത്. ഇത് വാലറ്റ് മാത്രം എത്രയാ കോസ്റ്റ്? എല്ലാം 3 ഫോൾഡ് ആണോ? എല്ലാം 3 ഫോൾഡ് അല്ല, ഇത് സിംഗിൾ ഫോൾഡ് ആണ്. 3 ഫോൾഡ് എന്താണ് യുണീക്ക് എന്ന് പറയുന്നത്? നോർമലി ഇല്ലാത്തതാണോ? 3 ഫോൾഡ് ആയിട്ട് വെക്കാൻ സ്ട്രക്ചർ വരും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ സൈസ് കുറവായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ ഏത് പെർഫ്യൂമാണ്? മെൻസിന് അല്ലാതെ പെർഫ്യൂം പുതിയത്. ആ പെർഫ്യൂമിന്റെ മാത്രം കോസ്റ്റ് എത്രയാ? ഇത് ഓഫർ ആയിട്ട് 700 വരും. ആദ്യത്തത് കുറച്ച് ഡാർക്ക് അല്ലേ? അത് ലൈറ്റ് ആണ്. ഇതൊരു ഫ്രൂട്ടി ഫ്ലവർ ആണ്. ഹാർഡാണ്, ഹാർഡായി 2 ദിവസം. പക്ഷെ ഈ ഫാസ്റ്റ് ട്രാക്കിന്റെ അങ്ങനെ അധികം കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ കോസ്റ്റ്ലി ആണോ ആ ഇരിക്കുന്ന വാച്ച്? 2500 നല്ലത് വല്ലതും കിട്ടുമോ അതില്? ഇതിന് എത്രയാ? 2-3. ഇതൊക്കെ കോസ്റ്റ്ലി അല്ലേ? കോപ്പർ ആണെങ്കിൽ 3-4 റേഞ്ച്. സിൽവറിൽ അത്യാവശ്യം ഓവറില്ല.
സ്റ്റാൻഡേർഡ് കിട്ടാം. ഇതിനോ അതും 3,400. അതെ, ആക്ച്വലി ഗൈസ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതായത് ആദ്യം ഞാൻ വാച്ച് ഗിഫ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ വിചാരിച്ചു സൺഗ്ലാസ് നോക്കാം. സോ ആ കൺഫ്യൂഷനാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇതില് പറഞ്ഞ 1600. അത് ഡിസ്കൗണ്ട് പോയിട്ട് എത്രയാ? ഡിസ്കൗണ്ട്സ് നിലവിലില്ല. വൈബ് എന്ന് പറഞ്ഞ കളക്ഷൻസ് ഉണ്ട്. ഇത് പാർട്ടി വേഴ്സ് ആയിട്ട് വരുന്നതാണ്. അതിനെങ്ങനെ? അതിന് മാത്രം ഓഫർ വരും. ഇത് 2,900 ആണ് ഓഫർ. 2,300 ആ റേഞ്ചിൽ വരും. പാർട്ടി വെയർ മീൻസ് അതെന്താണ് അങ്ങനെ? ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ സബ് ബ്രാൻഡായിട്ട് വരുന്നതാണ് വൈബ് എന്ന് പറയുന്നത്. കൂടുതലും ഫംഗ്ഷൻ വൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം, പ്രശ്നമില്ല. കൂടുതൽ അങ്ങനെ വരും. അതിൽ ബ്രൗണിനൊക്കെ എത്രയാ? ഇതാണ് അല്ല അതിന്റെ വേളിരിക്കുന്നത് 5,000. 5,000 ഇതിന് എത്രയെന്നാ പറഞ്ഞു? 2.5. 2,400. ഇതിന്റെ തന്നെ സ്ട്രാപ്പാണ്. പക്ഷെ അതൊരു ഓർഡിനറി ലുക്ക് പോലെ. ഇതിനൊക്കെ 2,300. അത് മറ്റേ ഫിറ്റ്നസിന്റെ എന്തൊക്കെയോ ടൈപ്പാണ്. ഡിജിറ്റൽ അലോഗാണ്. ഡേറ്റ് വരുന്ന ടൈപ്പാണ്. അല്ല ഇത് ഞാൻ നേരത്തെ ഇതുപോലെ ഇടണം വേറൊരാൾക്ക് ഞാൻ മേടിച്ചതാ. അത് നമ്മുടെ സ്റ്റൈൽ പ്ലസിനകത്ത് താഴെ ഒരു ഇതില്ലേ, അതാ ഞാൻ ചോദിച്ചത്. ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സിനൊക്കെ പറ്റിയ സാധനമാണിത്. പക്ഷെ അത് ബെൽറ്റ് അല്ലേ? ലെതർ അങ്ങനെ ആണുങ്ങൾ ഇഷ്ടപ്പെടുന്നതാണോ? ഇതിനൊക്കെ എങ്ങനെയാ? ഒരു കാര്യമുണ്ട് ഡിയേഴ്സ്, ഈ സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് മറ്റേ ലവന്മാരുടെ ഇഷ്ടം എങ്ങനെ മനസ്സിലാക്കാൻ, ആകെപ്പാട് അയാളെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കി എന്നുള്ളതാണ് കോമഡി. പിന്നെ മൈ ഡിയേഴ്സ്, ഈ വ്ളോഗും ജിമ്മിൽ എന്ത് സംഭവിച്ചുള്ളൂ എന്നുള്ളത് തമ്മിൽ കൂട്ടിക്കലർത്തണം. ഇത് അതുക്ക് മുമ്പ് ഞാൻ ചെയ്ത സന്തോഷിൻ്റെ പുറത്ത് ചെയ്ത കാര്യങ്ങൾ, ഇത്രയൊക്കെ നല്ല രീതിയിൽ ട്രെയിനറിനെ റിസപ്ഷനിസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ അവസ്ഥയാണ് നിങ്ങൾ വാട്ട് ഹാപ്പൻ ഇൻ മൈ ജിമ്മിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ചില മെമ്മറീസ് അങ്ങനെയാണ്, നമുക്ക് നല്ലത് തന്നിട്ടുണ്ടാവില്ല, എന്നാലും ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷമാണ്. നമ്മൾ നല്ല സമയങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും നല്ല ടൈം അല്ലല്ലോ. മേ ബി അങ്ങനെ എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിരിക്കണം. അത് അത്രയും ഞാനിപ്പം പറയുന്നുള്ളൂ. ബട്ട് എനിക്കൊരു കാര്യം ഈ വ്ലോഗ് തീരുന്നതിന് മുന്നേ പറയാം. എന്നെപ്പോലെ നല്ല രീതിയിൽ ഒരു ട്രെയിനറിനെ മോട്ടിവേറ്റ് ചെയ്തും എന്നെ പുഷ് ആൻഡ് പുള്ളി ചെയ്തതിൻ്റെ പ്രതിഫലം കൊടുത്തും റിസപ്ഷനിസ്റ്റിനാണെങ്കിലും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് പറയുകയും എങ്ങനെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഫ്രണ്ട്ലി ആക്കി ജിമ്മിലേക്ക് അടുപ്പിക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, പ്രണവിൻ്റെ അടുത്താണെങ്കിലും. അപ്പം അത് വേറെ ഒരു ക്ലയൻറ്റിനും എന്നെപ്പോലെ ഇത്ര ആത്മാർത്ഥമായിട്ട് നിന്നതും ഇത്ര കാര്യമായിട്ട് നിന്നൊരു ക്ലയൻറ്റ് ആ ജിമ്മിൽ ഉണ്ടാവില്ല എന്നുള്ള ബെറ്റ് ഞാൻ പറയാം. സമ്മാനം കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ക്ലയൻ്റ് ആയിരുന്നു ഡിയേഴ്സ് നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജ. ആത്മാർത്ഥമായിട്ട് വർക്കൗട്ടിന് പോകും. അപ്പോൾ എന്നോട് അവർ കാണിച്ച പക്ഷാഭേദം അതെന്തെങ്കിലും അവർ ഈ വ്ളോഗ് കാണുമ്പോൾ അവർ മനസ്സിലാക്കണം. അവരെ ഞാൻ ഏത് ലെവലിലായിരുന്നു കണ്ടിരുന്നെന്നുള്ളതും അവരെന്നോട് കാണിച്ചത് അത് കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ സംഭവം. പിന്നെ എൻ്റെ ട്രെയിനറായ വിശാഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വീഡിയോസൊന്നും ഞാൻ ഇതിനൊന്നും പറഞ്ഞിട്ടുണ്ട് ഇത് റിലീസ് ചെയ്യും, പുള്ളിയുടെ വീഡിയോസൊന്നും എൻ്റെ വ്ളോഗിൽ ഫ്ലാഷ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൾറെഡി വാട്ട് ഹാപ്പൻ ഇൻ മൈ ജിം ഫ്ലാഷ് ആയി. അപ്പം ഇത് അതൊക്കെ വലിയതൊന്നുമല്ല, എൻ്റെ ഓൾഡ് ഒരു മെമ്മറീസ്. അപ്പം ഇന്നും അങ്ങനെ എന്നോട് കാണിച്ചൊരു ട്രെയിനറിനെ ഞാൻ വില കൊടുക്കുന്നു, അദ്ദേഹത്തെ ഓർക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെയുള്ളൊരു പോസിറ്റിവിറ്റി. നിങ്ങൾ മനസ്സിലാകും. സോ ദാറ്റ് ഈസ് എ തിങ്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് ഒരു ക്ലയൻറ്റും ട്രെയിനറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. എന്നാൽ മാത്രമേ നാളെ അവർക്ക് ആ ക്ലയൻറ്റ് വാല്യുബിൾ ആയിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ പല ജിമ്മിലും ഇല്ലാത്തൊരു നെഗറ്റിവിറ്റി അതാണ്. ഒരാൾ പോയാൽ വേറൊരു ക്ലയൻറ്റ്, അങ്ങനെ ആവരുത്.
സോ എല്ലാവരും വ്യത്യാസമാണ്. ഞാനൊന്നൊരു ക്ലയൻറ്റിനെ ഒരിക്കലും അവർക്കിനി തിരിച്ച് കിട്ടാനും പോകുന്നില്ല. സോ ദാറ്റ് ഇസ് എ തിങ്. അതൊരു വലിയ കാര്യമായിട്ടല്ല പറയുന്നത്, ഒരു യാഥാസ്ഥികത്വം ജസ്റ്റ് ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. ചെറിയ അങ്ങനെ വീണ്ടും നമ്മുടെ സെയിൽസ് ഭാഗത്തേക്ക് വരാം. വാച്ച് നോക്കി എനിക്ക് ഒന്നും ഇഷ്ടമായില്ല. ആ സെയിൽസ് സ്റ്റാഫൊക്കെ പാവം കട്ട പോസ്റ്റായി. പിന്നെ ഞാൻ പയ്യെ സൺഗ്ലാസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അതാ കിടക്കുന്നത്. എനിക്ക് അതൊക്കെ മേലെ കൺഫ്യൂഷൻ. 2 ഷെയ്ഡ്സ് കാണിച്ച് അതിൽ ഇപ്പോൾ അദ്ദേഹം പിടിച്ചിരിക്കുന്ന ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അത് ഞാൻ നമ്മുടെ റിസപ്ഷനിസ്റ്റായ പ്രണവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പഴയ ജിമ്മിലെ പഴയ സോ ദാറ്റ്സ് പിന്നെ എൻ്റെ ട്രെയിനർ വിശാഖ് ഫീൽ ആവരുത് എന്നെനിക്കൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് അത് നേരത്തെയും പറഞ്ഞ് ആവർത്തനം ഒഴിവാക്കണം എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. പുള്ളിക്കും കൂടെ ഞാനൊരു പെർഫ്യൂം എടുത്തു. സോ ദാറ്റ്സ് തിങ്. അതാണ് എൻ്റെ മഹത്വം. ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റൊരാൾ സങ്കടപ്പെടരുത്. പക്ഷേ ട്രെയിനർക്ക് ഞാൻ ഇതിനു മുമ്പ് സെഷൻസിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ സന്തോഷത്തിൻ്റെ പുറത്ത്. ആ സമയം നല്ല രീതിയിൽ നിന്നിരുന്ന ടൈം. അത് കഴിഞ്ഞാണ് ഇങ്ങനെയൊക്കെ എന്നോട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഒരു ഇൻഡിഫറൻസ് ആവാൻ തുടങ്ങിയത്. സോ ദാറ്റ്സ് എ തിങ്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ കൊടുത്തത് എനിക്കിന്നും ഒരു കുറ്റമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ച് ചോദിച്ചു ചെന്നിട്ടുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ പുറത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നതാണ്. അത് ഇവർക്കല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും. അതിലൊരു കണക്ക് ഞാൻ അന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മനസ്സിൻ്റെ ആ ഒരു വിശാലതയെ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് തോന്നരുതല്ലോ അയാളെപ്പറ്റി കുറ്റങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. സോ ദാറ്റ്സ് എ തിങ്. ദാറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ. നല്ലത് നല്ലതെന്ന് പറയും, തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയായിട്ട് കാണിക്കും, ചോദ്യം ചെയ്യും. ദാറ്റ് ഇസ് ഗ്ലാം ഗോഡസ് സിന്ധു. അതെൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആവണം. ന്യായമായിട്ടുള്ള കാര്യത്തിന് ന്യായമായിട്ട് നിൽക്കണം. അതല്ലാത്തത് ആ രീതിയിൽ സൗഹൃദമായിട്ട്. സോ ദാറ്റ് ഇസ് എ തിങ്. അതല്ലേ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇതെനിക്ക് തന്നായിരുന്നോ? അതെടുത്താൽ മതി. അതിന് എത്രയാ? 600. അത് പക്ഷെ സെപ്പറേറ്റ് പാക്ക് ചെയ്യണം. അല്ലല്ല, രണ്ടും. പിന്നെ ഡിയസ് ആ ഗ്ലാസ്സിൽ കൂടെ പുറത്ത് കാണുന്നില്ലേ, ആ ഓപ്പോസിറ്റ് സൈഡ്, അതാണ് നമ്മുടെ KV സ്കൂൾ പട്ടം. അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിലേക്കാണ് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോയത് ഇവർക്ക് ഗിഫ്റ്റിനായിട്ട്. ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ട്രിവാൻഡ്രംകാരല്ലോ എൻ്റെ സബ്സ്ക്രൈബർ, അല്ലാത്തവരും ഇല്ല. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു കൊടുത്തത്. ഓക്കെ. അങ്ങനെ ഇരുന്നപ്പോൾ ആ ചെക്കിന് ഞാൻ അടുത്ത ടാസ്ക് കൊടുത്ത് ഗിഫ്റ്റിലെ പ്രൈസ് ടാഗ് ഇളക്കി കളയാൻ കുറേ പണി വിട്ടു. അങ്ങനെ നമ്മുടെ പ്രണവിനും വിശാഖിനുള്ള ഗിഫ്റ്റും റെഡിമണിയാക്കി ദേ ആ ചെക്കൻ തിരിച്ചു വന്നു. മീൻസ് ആ സെയിൽസ് സ്റ്റാഫ്. എന്നാണ് ഞാൻ പ്രണവിനെടുത്ത സൺഗ്ലാസ്. അതുകൊണ്ട് വിശേഷങ്ങൾ അത്യാവശ്യം അഫോർഡബിളാണ്, എല്ലാവർക്കും വിസിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗ്ലാം ഗോഡസ് സിന്ധു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ അന്യായ ചൂടാണ് വെളിയിൽ, അതാണ് ഞാൻ ഈ ജാക്കറ്റ് കോലത്തിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം എൻ്റെ ഇൻസ്റ്റാ ഗോഡസ് സിന്ധു എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ച്വലി ചൂടൊന്നും ഉപേക്ഷിച്ച് ഷോറൂമിനകത്ത് AC ആണ്. പക്ഷേ പുറത്ത് ഞാൻ ഉച്ച സമയത്താണ് ചെന്നത്. സോ 2 വീലറായിട്ട് ചെന്നപ്പോൾ എനിക്ക് 2 വീലർ ആകുമ്പോൾ ഞാൻ ജാക്കറ്റ് യൂസ് ചെയ്യും ഫോർ സൺ പ്രൊട്ടക്ഷൻ. സോ ദാറ്റ്സ് എ തിങ്. പിന്നെ ഗിഫ്റ്റ് കെട്ടിപ്പൊതിയുന്നത് ലെവൻ കാണിച്ചില്ല, കാരണം ഗോഡൗണിൽ പോയാണ് ചെയ്തുകൊണ്ട് വന്നത്. സോ അതില്ല. ഞാനിതിൽ പറഞ്ഞു കാണിക്കാമെന്ന്, പെട്ടത് കാണിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം നോക്കാം. ഓക്കെ. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.